എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വർഷത്തെ ഓണത്തിന് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഓണസദ്യക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഓണാഘോഷങ്ങൾ വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്നെങ്കിൽ ഇന്ന് അതൊരു സമൂഹത്തിൻ്റെ ആഘോഷമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ജർമ്മനിയിൽ ഓരോ വർഷം ചെല്ലുന്തോറും ഒരു വർഷം നടക്കുന്ന ഓണാഘോഷങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ടോയെന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒന്നോ രണ്ടോ ഫാമിലികൾ ഒരുമിച്ച് കൂടുകയോ അല്ലെങ്കിൽ പള്ളിയോടനുബന്ധിച്ച് കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ ഓണാഘോഷം, മാവേലി, വളരെ ലളിതമായ കലാപരിപാടികൾ, അതിനോടനുബന്ധിച്ച് ഒരു ഓണസദ്യ, അതും വളരെ ലളിതമായിട്ടുള്ള ലിമിറ്റഡ് ഐറ്റംസ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുന്നതനുസരിച്ച് വളരെയധികം കമ്മ്യൂണിറ്റികളും അവരുടെ ആഘോഷങ്ങളും, അതിൽ തന്നെ നമ്മൾക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക, അങ്ങനെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ കൂടി വരുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെടുന്നു അവിടെയെല്ലാം ഓണാഘോഷങ്ങൾ. മുമ്പ് നമ്മൾ ഓരോ ഫാമിലി അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരുവാണെങ്കിലും അപ്പോൾ അത് കുറച്ച് സിമ്പിളായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേറ്ററിംഗ് സർവീസിന് കൊടുക്കുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസും വളരെ പെർഫെക്റ്റായിട്ടുള്ള ഓണാഘോഷങ്ങൾ, പെർഫെക്റ്റായിട്ടുള്ള പൂക്കളങ്ങൾ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഹൈടെക് ഓണം എന്ന് വേണമെങ്കിൽ പറയാം. മുമ്പ് ഓണാഘോഷങ്ങൾക്ക് എത്ര പേര് വരും എന്ന് അറിയുന്നുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാം മുമ്പേ തന്നെ ഗൂഗിൾ പേ ചെയ്ത് നമ്മൾ അതിൻ്റെ ഭക്ഷണത്തിനുള്ള പൈസയെല്ലാം അടയ്ക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഇത്രയൊക്കെ ആഘോഷങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്, ഏറ്റവും നൊസ്റ്റാൾജിക്കായിട്ട്, മധുരമായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ, പേരൻസിൻ്റെ കൂടെ, സഹോദരങ്ങളുടെ കൂടെ ഉണ്ടായ ചെറിയ പ്രായത്തിലുള്ള ഓണാഘോഷങ്ങളാണ്. അത് പ്രത്യേകിച്ച് ഓണപ്പരീക്ഷയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ വീട്ടിൽ പറമ്പിലുള്ള പൂക്കൾ, തോട്ടത്തിലുള്ള പൂക്കളെല്ലാം പറിച്ചു കൊണ്ടുവന്ന് വളരെ ക്രിയേറ്റീവായിട്ട് ഏതെങ്കിലും ഒരു ഡിസൈനിൽ പൂക്കളുണ്ടാക്കുന്നു. അതുപോലെ സ്കൂളിലും ഉണ്ടാവും പൂക്കള മത്സരം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഏറ്റവും ബെസ്റ്റ് പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടിതമായ ശ്രമമായിരിക്കും. അതും ഒരു രസമുള്ള പരിപാടിയാണ്. ആ ഓർമ്മകളാണ് ഏറ്റവും മനോഹരമായും മധുരമായും എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ആ സമയമൊന്നും ഇനി തിരിച്ചു വരില്ലല്ലോ എന്നുള്ള ഒരു ചെറിയ വേദനയോടുകൂടിയുള്ള ഓർമ്മയായിരിക്കും ആ ഓർമ്മകൾക്ക് സ്വീറ്റ്നെസ് കൂട്ടുന്നത്. അതാണല്ലോ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി